ഹലോ, എല്ലാവർക്കും ചാരു സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ജിംനിയെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു വെഹിക്കിൾ ഏകദേശം ഓടിയിരിക്കുന്നത് 18,500 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ ഒരു വെഹിക്കിളിൻ്റെ കംപ്ലയിൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് പുള്ളിങ് ആണ്. അപ്പോൾ ഈ ഒരു പുള്ളിങ് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ ഉടമ 4 ടയർ ഇത്തിരി വലിയൊരു വലിപ്പമുള്ള ടയർ മാറ്റിയിട്ടോ, അതിനുശേഷം ഒന്ന് അലൈൻമെൻറ്റും കൂടി ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ ഷോപ്പുകളിലൊക്കെ കൊടുത്തിട്ട് ഈ സംഭവങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഇത്തിരി വലിയ വലിപ്പമുള്ള ഒരു ടയർ തന്നെയാണ് അതിൽ ഇട്ടിരിക്കുന്നത്. ആ സമയത്തും ടയർ തേയേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ചാരു സ്പീഡ് ഒരു ചാനൽ കണ്ടിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മളവിടെ ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് രീതിയിലാണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾക്കൊന്ന് നോക്കാം. അതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു സാറിനെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഈ സാറ് ജിമ്മിനി നമ്മുടെ വൺ സൈഡ് പുള്ളിങ് ആയിട്ടേ കോട്ടയത്ത് നിന്ന് വന്നതാട്ടോ. അപ്പോൾ സാർ നമ്മൾ വർക്കെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സാർ എങ്ങനെയുണ്ട്? വർക്ക് നല്ല പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി കോട്ടയത്ത് നിന്ന് ഇവിടെ പ്രസാദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന് ശേഷം അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പ്രസാദിന് കാര്യങ്ങൾ ജിമ്മിയുടെ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സ്റ്റിയറിംഗ് ആംഗിൾ സെൻസറും അതുപോലെ തന്നെ 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് അതിൻ്റെ 2 ബാറിലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അത് സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ട് സാധ്യതയില്ല. ഞാൻ പലതവണ ട്രൈ ചെയ്തു, നടന്നില്ല. അവസാനം ചരിച്ചേട്ടനെ ഇത് പ്രസാദിനോടെ ഇത് ചെയ്തു തരും എന്നുള്ളത് ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വെളുപ്പിന് തന്നെ പോകുന്നതാണ്. ഇവിടെ വന്ന് ഏതായാലും ഒരു 2 മണിക്കൂർ കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടി. ആ വർക്കിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാനിവിടെ സർവീസും കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ആദ്യം നമ്മൾക്കൊന്ന് നോക്കാം. ഈ ഒരു വാഹനം നമ്മൾ സ്റ്റിയറിങ് കറക്റ്റ് സെൻറ്റർ ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ ഒരു 50-60 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ ആണ് കേട്ടോ. ഏറ്റ തൂക്കമൊന്നുമില്ല ഈ ഒരു ഹൈവേക്ക്. നമ്മൾ സ്ഥിരമായിട്ട് അലൈൻമെൻറ്റ് നോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിലൊന്ന് പോയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ നമ്മുടെ മാരുതിയുടെ ഒറിജിനൽ ടയറാണോ എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം ഇതിൽ എയർ കറക്റ്റായിട്ട് വെക്കേണ്ടത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വീല് നമ്മൾക്ക് 26 വേണ്ടത്, ബാക്കിൽ 29. ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ അലൈൻമെൻറ്റിൻ്റെ ആ ഒരു സെൻസർ 4 ഒന്ന് സെറ്റ് ചെയ്യാം. എയർ കറക്റ്റായിട്ട് അടിക്കണം. നമ്മളിവിടെ 4 വീല് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് വീല് 30 മേലെയാണ് എയർ എടുക്കുന്നത്, ബാക്കിലൊക്കെ 40 കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് മാറ്റി കറക്റ്റ് എയർ മാനുവലിൽ പറയുന്ന ആ ഒരു കണക്കിന് എയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അലൈൻമെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നിർത്താം. കണ്ടോ, അലൈൻമെൻറ്റ് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾക്കിതിൽ വേണ്ടത് 0.03 ആണ് വേണ്ടത്. ഇപ്പോൾ നിലവിൽ കാണുന്നത് -0.12 കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് ഇതിന് അലൈൻമെൻറ്റ് വൃത്തിയായിട്ട് ചെയ്യണം. അതിന് തൊട്ട് മുന്നായിട്ട് ഈ സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിൽ 2 കപ്ലർ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ സെൻസറിൻ്റെ കപ്ലറുകളാണ്. ആ 2 കപ്ലർ നമ്മൾ അഴിച്ച് താഴേക്ക് വെക്കണം. അതിനുശേഷം പ്രോപ്പറായിട്ട് നമ്മൾക്ക് ഈ ഒരു അലൈൻമെൻറ്റിൻ്റെ ക്ലിയർ ആക്കിയിട്ട് അലൈൻമെൻറ്റ് ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഊരിവിട്ട 2 കപ്ലറുണ്ട്. അതിൻ്റെ കളർ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റാണ്. അത് കണക്ട് ചെയ്യാം. സ്കാൻ ടൂൾ വെച്ചിട്ട് നമ്മളിതിൽ കറണ്ടിൽ വല്ല ഹിസ്റ്ററിയിലോ വല്ല കോഡുകളോ വല്ലതും ഉണ്ടോ നോക്കാം. കറണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ കോഡ് എന്താണോ അത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോകാൻ. ഇല്ലെങ്കിൽ അതാവില്ല കേട്ടോ. ഹിസ്റ്ററിയിലാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. അത് യൂട്ടിലിറ്റിയിൽ പോയ ശേഷം ഇതിൽ ESP സെൻസർ കാലിബ്രേഷൻ എന്ന് പറയുന്നൊരു സംഭവം കാണും. അതിൽ നമുക്ക് കാലിബ്രേഷൻ ഓക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. താഴെ കണ്ടോ ഒരു ബട്ടണിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം.
ലൈറ്റോ AC ഇല്ലെങ്കിൽ സ്റ്റീരിയോ ഒക്കെ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്തിടുക എന്ന് പറയണം. അതിനുശേഷം ഒന്നും കൂടി ഓക്കെ കൊടുക്കാം. സംഭവം അത് റീഡിങ് ആയിട്ട് സക്സസ് ആയി. ഇനി ഒന്നും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇനി പവർ സ്റ്റിയറിംഗ് വാല്യൂ സെൻസർ കാലിബ്രേഷൻ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് നമുക്ക് പതുക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് അതിലൊരു നെക്സ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ടേൺ ഇഗ്നിഷൻ സ്വിച്ച് ഓഫ് ചെയ്യാം. ഒരു 3 സെക്കൻഡ് നമുക്കത് ഓഫ് ചെയ്തിടണം ഇഗ്നിഷൻ സ്വിച്ച്. അപ്പോൾ ആ ഒരു രീതിക്കും കൂടി ചെയ്ത ശേഷം നമുക്ക് ഒന്നും കൂടി ഓക്കെ കൊടുക്കാം കേട്ടോ. ഓക്കെ കൊടുക്കുമ്പോൾ ഓക്കെ നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കാലിബ്രേഷൻ സക്സസ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിംഗ് 2 സ്റ്റേജിലും ഓക്കെ ആയിട്ടുണ്ട്. ഒരു എററും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനം നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം കേട്ടോ, എത്രത്തോളം റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമ്മുടെ അലൈൻമെൻറ്റ് ബിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് കുറച്ച് ദൂരം ഓട്ടിച്ച് നോക്കാം കേട്ടോ. ഈ ഒരു കപ്ലർ അഴിക്കുന്നത് നമ്മൾ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സമയക്കുറവ് കൊണ്ട് തന്നെയാണ് അന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു ഈ ഒരു സ്റ്റിയറിംഗ് വീല് ഔട്ടാവുന്നതിൻ്റെയും സൈഡ് പുള്ളിങ്ങും എങ്ങനെയാണ് നമ്മൾ ശരിയാക്കുന്നതിൻ്റെ കൂടെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ താഴത്തിടാം. അതിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തിരിക്കുന്ന സമയത്തും വളരെ സ്മൂത്തായിട്ടുണ്ട് ഈ ഒരു വാഹനം. സ്റ്റിയറിങ്ങും കറക്റ്റ് സെൻറ്ററാട്ടാ. നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുന്ന സ്പോട്ടാണ് ഈ ഒരു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു അലൈൻമെൻറ്റിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ കിലോമീറ്റർ നോക്കുന്ന സമയത്ത് 18,500 കിലോമീറ്ററിൻ്റെ മേലെ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീരിയോഡിക്കൽ സർവീസിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ചെയ്യേണ്ടത് എഞ്ചിൻ ഓയിൽ, ഫിൽറ്റർ, 4 വീല് ബ്രേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. ജനറലായിട്ട് എല്ലാ സർവീസിനും ചെയ്യുന്ന ഒരു സർവീസാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സർവീസും കൂടി ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സർവീസിനായിട്ട് കയറ്റിയതാണ് കേട്ടോ വീണ്ടും. അപ്പോൾ 4 വീല് ബ്രേക്ക് വൃത്തിയായിട്ട് അഴിച്ച് നമ്മളതിൻ്റെ ബാക്കിലെ ആ ഒരു ഷൂകളെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ട്, അതിൻ്റെ ബ്രേക്ക് ഇത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്തിരി പ്ലേ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലിയറാക്കി പക്കയാക്കിയിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു സർവീസിൽ നമുക്ക് ചെയ്യേണ്ടത് എഞ്ചിൻ ഓയിൽ, ഫിൽറ്ററാണ് ഈ ഒരു സർവീസിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ നമുക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ അദ്ദേഹം കോട്ടയത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി വല്ല വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ.